പുതിയ കാലത്ത് ഒരു ജനാധിപത്യ പ്രക്രിയയിലേക്ക് സഭ ഇനിയും വരേണ്ടതുണ്ട്. അവിടെയാണ് ഒരു ചർച്ച ആക്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നടപ്പിലാക്കണമെന്ന് പറയുന്നത്. ഇത് ഇപ്പം സഭാ സംവിധാനത്തിനകത്ത് ആരാണ് നിയമം ഉണ്ടാക്കുന്നത്, ആരാണ് നിയമം വ്യാഖ്യാനിക്കുന്നത്, ആരാണ് നിയമം നടപ്പിലാക്കുന്നത്? ഇത് മെത്രാനാണ്. സഭ എന്ന് പറഞ്ഞാൽ മെത്രാന്റെ തറവാട്ടുകാരി മാത്രമാണ്. ബാക്കി മുഴുവൻ ആളുകൾ വെറും അടിമകളാണ്. ബാക്കി മുഴുവൻ ആൾക്കാർ വെറും പണിക്കാരാണ്, കൂലിക്കാരാണ് അവര്. മെത്രാൻ നിയമം ഉണ്ടാക്കുന്നു, മെത്രാൻ നിയമം വ്യാഖ്യാനിക്കുന്നു, മെത്രാൻ നിയമം നടപ്പിലാക്കുന്നു. ഭർത്താവിന്റെ തറവാട്ടുകാരിയാണ്. ഒരു ബിഷപ്പ് ഒരു 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 കൊച്ചി ഒരു വൈദികന്റെ തൃശ്ശൂർ ആർച്ച് ബിഷപ്പാണെന്ന് തോന്നുന്നത്, ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു, നിങ്ങൾ ഇനി മുതൽ നിങ്ങൾ അടിമകളാണ്, നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല. അദ്ദേഹം വെറുതെ പറഞ്ഞതല്ല, അത് കാനൻ ലോ ആണ് പറഞ്ഞത്. നിങ്ങൾ വെറും അടിമകളാണ്, വെറും കൂലിക്കാരാണ്, നിങ്ങൾ ഉടമകളല്ല. സഭാ സംവിധാനത്തിൽ കാനൻ ലോ പ്രകാരം ഇവർ മെത്രാന്റെ സഹകാരികൾ മാത്രമാണ്. ബാക്കി സംവിധാനം അതാണ് സംഭവം. ഈ സഭാ വ്യവസ്ഥ, ഈ സഭാ വ്യവസ്ഥയാണ് മാർപ്പാപ്പ കഴിഞ്ഞ സിനഡിൽ ഇതൊരു പങ്കാളിത്ത സഭ, സിനഡ് ഓൺ സിനഡാലിറ്റി എന്ന് പറയുന്നത്, പങ്കാളിത്ത സഭയായി മാറ്റണം. പങ്കാളിത്ത സഭയാക്കി മാറ്റണമെങ്കിൽ കൺവെൻഷൻസും സിനഡ് മാത്രം നടത്തിയാൽ പറയാം, കാനലിനെ പൊളിച്ചെഴുതണം. ജർമ്മൻ ബിഷപ്പുമാർ അതാണ് ആവശ്യപ്പെടുന്നത്. ഇത് പുരോഹിത കേന്ദ്രീകൃതമായ, മെത്രാൻ കേന്ദ്രീകൃതമായ, മാർപ്പാപ്പ കേന്ദ്രീകൃതമായ ഒരു സഭയാണ്. ഈ സഭയുടെ വ്യവസ്ഥിതിയാണ് ഈ 5 ലക്ഷം വിശ്വാസികൾ കരഞ്ഞതുകൊണ്ടോ 45 ലക്ഷം വിശ്വാസികൾ കരഞ്ഞുകൊണ്ടോ വെറും 64 മെത്രാന്മാർ ഒരുമിച്ച് കൂടി പറഞ്ഞാൽ മതി. 45 ലക്ഷം വിശ്വാസികൾ ഒരു തട്ടിൽ, 64 മെത്രാന്മാർ വേറെ തട്ടിൽ. തട്ടിന് വെയിറ്റ് കൂടുതൽ ഈ 64 മെത്രാന്മാർ. 45 ലക്ഷം വിശ്വാസികൾ വെറുതെ അവിടെ നിൽക്കുകയുള്ളൂ.